ഫാദർ അഗസ്റ്റിൻ ബട്ടോളിയുടേത് പ്രവാചക ശബ്ദം. എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് കേരളത്തിൽ നട്ടലിന് ബലവും ഉറപ്പുമൊക്കെയുള്ള വിശ്വാസികളും വൈദികരും ഒക്കെയുള്ളത്. സഭയുടെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന സഭാ നേതൃത്വത്തോട് മുഖത്തോട് മുഖം നിന്ന് പ്രതികരിക്കുന്നവർ, കളങ്കിതരായ സഭാ നേതൃത്വത്തിൻ്റെ വാറോലകൾക്ക് ടോയ്ലറ്റ് പേപ്പറിൻ്റെ വില പോലും കൽപ്പിക്കാത്തവർ, സഭയുടെ പരിധിയില്ലാത്ത കള്ളപ്പണവും അധികാരവും ഉപയോഗിച്ച് പലതവണ അടിച്ചമർത്തുവാൻ ശ്രമിച്ചിട്ടും വഴങ്ങിക്കൊടുക്കാത്തവർ, കൂടുതൽ കരുത്തോടെ അധമന്മാരായ സഭാ നേതൃത്വത്തെ പച്ചയ്ക്ക് വലിച്ചു കീറുവാൻ യാതൊരു മടിയുമില്ലാത്തവർ, ക്രൂശാണ് കാത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി പൗരോഹിത്യത്തിന്മകളെ എതിർത്ത യേശുക്രിസ്തുവിനെ പോലെ ഇവരുടെ പോരാട്ടം ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ കത്തോലിക്ക സഭയോട് ഇവർ തുടരുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് ക്രിസ്തുവിനെ ക്രൂശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ആ രാജകീയ പൗരോഹിത്യ സന്നദ്ധി സംഘവും ക്രിസ്തുവിനെ പിൻപറ്റുന്ന യഥാർത്ഥ വിശ്വാസികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും സഭയെയും വിശ്വാസികളെയും പഴയ റോമ സാമ്രാജ്യ അടിമക്കാലഘട്ടത്തിലേക്കും കാലഹരണപ്പെട്ട കാനൂൺ നിയമങ്ങളിലും തളച്ചിടുവാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് കാണുന്ന എല്ലാ പ്രതിഷേധങ്ങളും. സഭയും സഭയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും ചന്തവിട്ട് തൊപ്പിക്കാരന്മാരുടെ പ്രതിസ്വത്താണെന്നും തങ്ങൾ ചക്രവർത്തിമാരുമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇവർ നടത്തുന്ന തീവട്ടിക്കൊള്ളകളും ഭൂമി കുംഭകോണങ്ങളും സ്ത്രീബാല പീഡനങ്ങളുമെല്ലാം തിരുത്തട്ടിപ്പുകളും ഹോളി തന്തയില്ലായ്മകളുമാണെന്ന് എല്ലാവരും അംഗീകരിക്കണം പോലും. ചന്തിവിട്ട് തൊപ്പിക്കാരന്മാർ വിമർശനത്തിന് അതീതരാണെന്നും ഇവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇവന്മാരെല്ലാം ക്രിസ്തുവിനെ വിറ്റ് ജീവിക്കുന്ന മോന്മാരാണും പെണ്ണിനും മണ്ണിനും പൊന്നിനും വൈനിനും വേണ്ടി ഇവന്മാർ എന്ത് നെറികേടുകളും കാണിക്കുന്നവരാണ് എന്ന് ഇന്ന് വിശ്വാസ സമൂഹത്തിന് അറിയാമെങ്കിലും സൺഡേ സ്കൂളിൽ പോയി മസ്തിഷ്ക ബലാത്സംഗത്തിന് ഇരകളായ മുണ്ണകൾക്ക് റേഷണലായി ചിന്തിക്കുവാനുള്ള ആ ശേഷി ഇന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അൽമായ മുന്നേറ്റ സമിതിയും വ്യത്യസ്തമാകുന്നത്. സഭാ നേതൃത്വത്തിൻ്റെ മേൽക്കോയ്മയ്ക്കും ധാർഷ്ട്യത്തിനുമെതിരെ അവർ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രചോദനവും പ്രോത്സാഹനവും കൊടുക്കേണ്ടുന്നത് ഓരോ ക്രൈസ്തവൻ്റെയും ചുമതലയാണ്. കൊള്ളക്കാരന്മാരും ആവാസന്മാരുമായ സഭാ നേതൃത്വം നന്നായില്ലെങ്കിൽ യൂറോപ്പിൽ സംഭവിച്ചതുപോലെ ഇവിടെയും ജനങ്ങൾ പള്ളികൾ ഉപേക്ഷിച്ചു പോകുമെന്നും ഇവർ കുർബാന കളിച്ചുകൊണ്ടിരുന്ന പള്ളികൾ പബ്ബുകളും വ്യഭിചാരശാലകളും ആയി മാറുമെന്ന തിരിച്ചറിവുള്ളവരാണ് ഈ ശുദ്ധീകരണ പ്രക്രിയയ്ക്കായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദിക പ്രതിഷേധ സംഗമത്തിൽ സംസാരിച്ച ഫാദർ അഗസ്റ്റിൻ ബട്ടോളിയുടെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിരിക്കുകയാണ്. ഇതൊരു വിമതസ്വരമല്ല, ഒരു നിഷേധിയുടെ ശബ്ദവുമല്ല. ഇത് തൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയ ആ കള്ളന്മാരെ ചാട്ടവാറിനടിച്ചോടിച്ച കർത്താവിൻ്റെ ശബ്ദമാണ്. ഇപ്രകാരം നാം ചിന്തിക്കുമ്പോഴാണ് ഫാദർ അഗസ്റ്റിൻ ബട്ടോളിയുടേത് ഒരു പ്രവാചക ശബ്ദമാണെന്ന് നാം തിരിച്ചറിയുന്നത്. സിറോ മലബാർ സഭ അഴുകിത്തുടങ്ങിയിരിക്കുന്നു, കാനല്ലോ ചത്തു, ചന്തവിട്ട് തൊപ്പിയും വെച്ച് വ്യഭിചാരവും ഭൂമി കുംഭകോണവുമായി നടക്കുന്ന ഈ ആവാസന്മാരെ പിതാവെന്ന് വിളിക്കരുതേ എന്നൊക്കെ ഒരു മുതിർന്ന പുരോഹിതൻ തന്നെ പറയുമ്പോൾ ഏവരും പറഞ്ഞു പോകും ഇത് ഒരു പ്രവാചക ശബ്ദം തന്നെയെന്ന്. റോട്ടനാണ് എന്ന് ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന സമരമാണ് ഈ സിസ്റ്റം. 700-800 കൊല്ലം മുമ്പുണ്ടായ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ട് 175 പ്രാവശ്യമാണ് അത് തിരുത്തി എഴുതിയത്. ഇറ്റ്സ് എ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കാനൻ ലോ ഇറ്റ്സ് എ ഡെഡ് കാനൻ ലോ. ഇത് മ്യൂസിയത്തിൽ വെക്കേണ്ട ഒരു സാധനത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളെ വേണ്ടി പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടുത്തെ 2 മെത്രാന്മാരെ പ്രതിയാക്കി കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്ന് ബിഷപ്പ് ഹൗസിൽ ഈ അരമന എന്നുള്ള വാക്കൊക്കെ ദയവായിട്ട് ഉപേക്ഷിക്കണം പ്ലീസ്. പിതാവെ എന്ന് വിളിക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം. ഇതൊക്കെ നമ്മുടെ സമരത്തിന്റെ. ഞാൻ എന്റെ ജനവേദനങ്ങൾ യു കോൾ മീ ജസ്റ്റ് ബട്ടോലി, ഡോണ്ട് കോൾ മീ ഫാദർ, ജസ്റ്റ് കോൾ മീ ബട്ടോലി. എന്റെ 3 വയസ്സുള്ള കുട്ടികളൊക്കെ ഹായ് ബട്ടോലി ആരെങ്കിലും നടക്കുന്ന സമരമാണിത്. കാരണം അധികാര പ്രവർത്തനത്തിനെതിരെ പൗരോഹിത്യ ധാർഷ്ട്യത്തിനെതിരെ നടക്കുന്ന സമരമാണിത്. അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഇത് അവസാനിക്കുമെന്ന് ദയവായിട്ട് നമ്മൾ വിചാരിക്കരുത്. കാരണം അത്രയും പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ ധീരതയുള്ള ഒരു വൈദിക സമൂഹവും വൈദിക നേതൃത്വവും നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സമരം നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ
എത്ര പണ്ട് അവസാനിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സിസ്റ്റം നൂറ്റാണ്ടുകളായി ഈ സിസ്റ്റം എങ്ങനെയാണ് നമുക്കത് ബോധ്യപ്പെട്ടത് നമ്മുടെ രംഗത്തേക്ക് ഈ പ്രകാരം പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ലോകത്തോട് സധൈര്യം വിളിച്ചു പറഞ്ഞ ഫാദർ അഗസ്റ്റിൻ ബട്ടോളി ഇന്ന് ജീവിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ പൈശാചിക സഭ ഇദ്ദേഹത്തെ എന്നേ കൊന്നുകളഞ്ഞേനെ. ഇതുപോലെ സത്യം വിളിച്ചു പറഞ്ഞ എത്രയോ വൈദികർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അഗസ്റ്റിൻ ബട്ടോളിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പൈശാചിക സഭ മാത്രമായിരിക്കും അതിന് ഉത്തരവാദി. അപ്രകാരം എന്തെങ്കിലും സംഭവിച്ചാൽ ഇവന്മാരുടെ മെനകെട്ട അരമനകളിൽ ആണുങ്ങൾ കയറും എന്നതിൽ യാതൊരു സംശയവുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.